ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം പിതാവിനൊപ്പം അങ്ങേ ആരാധിക്കുന്നു, കാവൽ മാലാഖയൊപ്പം അങ്ങേ ആരാധിക്കുന്നു, സകല വിശുദ്ധരൊപ്പം അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാർപ്പാപ്പയോടു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, തിരുസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, വിജയസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, സമരസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, സഹനസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, സകല നന്മകൾ കൊണ്ടും സകല സുഹൃത്തുക്കൾ കൊണ്ടും നീ സമ്പന്നയാക്കിയ പരിശുദ്ധ സഭയോട് ചേർന്ന് സഭയിലെ 10,000-കണക്കിന് വേദപാരംഗതരും വിശുദ്ധരും ദൈവദാസന്മാരും ദാസികളുമായിരിക്കുന്ന മുഴുവൻ ദൈവമക്കളോടും ചേർന്ന് ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യെശയ്യാ പ്രവാചകൻ അവൻ ഇങ്ങനെ എഴുതി വെച്ചു: നിങ്ങളെ കുഴിച്ചെടുത്ത പാറയിലേക്കും നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗർഭത്തിലേക്ക് നിങ്ങൾ നോക്കുവേൻ. അബ്രാഹത്തിൻ്റെയും സാറായുടെയും വിശ്വാസത്തെ പിന്തുടർന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം പരിശോധിക്കുന്നത് അറിയുവൻ. അതേ ദൈവമേ,
ഞങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്, ഞങ്ങളെ കുഴിച്ചെടുത്ത ഗർഭത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. വിശ്വാസത്തിൻ്റെ അനുഗ്രഹീതമായ കാലങ്ങളിലൂടെ അവിടുന്ന് തിരുസഭയെ വഴി നടത്തുന്ന നിന്റെ വലിയ കാരുണ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം പരിശുദ്ധ സഭയോട് ചേർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കണം. ആയിരക്കണക്കിന് വിശുദ്ധർ കൊണ്ട്, ആയിരക്കണക്കിന് വിശ്വാസി സമൂഹങ്ങൾ കൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ലോകത്തിൻ്റെ പല കോണുകളിലായി പോയിരിക്കുന്ന, സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് മിഷണറിമാരോട് ചേർന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കണം. അതെ, നമ്മുടെ ജീവൻ്റെ കാരണമായ, നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമായ, നമുക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കണം. ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, സഹനസഭയോടും വിജയസഭയോടും സമരസഭയോടും ചേർന്ന് അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ദാസീദാസന്മാരോടും ചേർന്ന് ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവമേ. പരിശുദ്ധ പിതാക്കന്മാരോട് ചേർന്ന് അങ്ങേക്ക് വേണ്ടി ഒട്ടേറെ സഹനങ്ങളും പീഡനങ്ങളും ഏറ്റെടുക്കുന്ന ധാരാളം മിഷണറിമാരോട് ചേർന്ന് അവരുടെ വേദനകളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങയുടെ സഭയെ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സഭാഗാത്രത്തിലെ അംഗങ്ങളാക്കി മാറ്റിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ. തിരുസഭയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ. സകല സുഹൃത്തുക്കൾ കൊണ്ട് അവളെ സമ്പന്നയാക്കിയതിന് നന്ദി പറയുന്നു ദൈവമേ. അങ്ങയുടെ മഹത്വം ഇറങ്ങുന്ന സഭയെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ. സഭയിൽ ഞങ്ങളെ അംഗങ്ങളാക്കി അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു ദൈവമേ. കരുതലോടെ അവിടുന്ന് വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു ദൈവമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ദൈവമേ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. സകല സൗഭാഗ്യങ്ങളും മുടിച്ചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവ സ്തുതികൾ പാടിടാം. സകല സൗഭാഗ്യങ്ങളും മുടിച്ചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവ സ്തുതികൾ പാടിടാം. ഈശോയിലേക്ക് നമുക്ക് സാധിക്കുന്നവരെല്ലാം ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയുന്നു, ഇതാ ലോകത്തിൽ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന 4.5 ലക്ഷം ബലികളുടെ കൂട്ടത്തിലാണ്, അവരോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധാത്മാക്കളോട് ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിന് വേണ്ടി ഇപ്പോഴും പീഡനങ്ങൾ ഏൽക്കുന്ന മിഷണറിമാരോട് കരങ്ങൾ കോർത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദൈവദാസനോടും ദാസിയോടും ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ഓരോ കുഞ്ഞു പൈതലിനോടും ചേർന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമക്കൾ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ ദൈവം ചൊരിഞ്ഞ മുഴുവൻ നന്മകൾക്കും സുഹൃതങ്ങൾക്കും നന്ദി പറഞ്ഞാണ് നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. തിരുസഭയോട് ചേർന്ന് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. സകല സുഹൃതങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും നിറച്ചിരിക്കുന്ന സഭയെ ഓർത്തുകൊണ്ട്, ഓ കർത്താവേ, ഈ ദിവസം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. തിരുസഭയെ സംരക്ഷിക്കണമേ. തിരുസഭയ്ക്കെതിരായി വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഛിന്ന ഭിന്നമാക്കണമേ. കർത്താവെ, അങ്ങയുടെ മഹത്വം ഒരിക്കൽ കൂടി തിരുസഭയിലേക്ക് അയക്കണമേ. കർത്താവെ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി തിരുസഭയിൽ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ദൈവമേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ, ആരാധിക്കുന്നു ദൈവമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. സകല സൗഭാഗ്യങ്ങളും മുടിച്ചൂടിടും സഭയിൽ
സകല സൗഭാഗ്യങ്ങളും മുടിച്ചൂടിടും സഭയിൽ സകലരോടും ചേർന്നു ദൈവ സ്തുതികൾ പാടിയിടാം. സഹോദരങ്ങളെ, യൗസേപ്പ് പിതാവിനോടൊപ്പമുള്ള നമ്മളുടെ ഈ ആത്മീയ യാത്രയുടെ 15-ാം ദിവസത്തിലാണ് നമ്മളിന്ന്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യൗസേപ്പിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തിരുസഭയുടെ സംരക്ഷകനായ യൗസേപ്പ്. ദൈവവചനം ഞാൻ നിങ്ങളോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം തിരുവചനം. പൂർവ്വ യൗസേപ്പിനെ നമുക്കറിയാം. വറുതിയുടെയും ക്ഷാമത്തിൻ്റെയും കാലത്ത് ഈജിപ്തിലെ ജനത്തിന് പോലും ഭക്ഷിക്കാൻ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഫറവോ ഈജിപ്തിലെ ജനത്തിനോടായി പറഞ്ഞു, നിങ്ങൾ യൗസേപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുക, നിങ്ങൾ ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളെ പോറ്റും, അവൻ നിങ്ങളെ വളർത്തും. ഈ നാളുകളിൽ ഇതാ വറുതിയുടെയും ക്ഷാമത്തിൻ്റെയും ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഭയിൽ ദൈവജനത്തിൻ്റെ വിശുദ്ധി കുറയുന്നു. പുരോഹിതരുടെ വളരെയധികം ശുശ്രൂഷ ചെയ്യേണ്ട ആത്മീയ പിതാക്കളുടെ പരിശുദ്ധി പൊതുനിരത്തിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ് ഇത്. പരിശുദ്ധി സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒട്ടേറെ സഭാഗാത്രം ആടിയുലയുന്ന കാലമാണിത്. രോഗാതുരമായൊരു ലോകത്തിനിടയിൽ പരിശുദ്ധിയോടെ നിലകൊള്ളേണ്ട സഭാഗാത്രം പോലും വല്ലാതെ വേദനിക്കുകയും ശിഥിലമാവുകയും മുറിപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം. ഈ കാലത്ത് സഭാമാതാവ് പറയുകയാണ്, ഈ വറുതിയുടെയും ക്ഷാമത്തിൻ്റെയും കാലത്ത് നിങ്ങൾ വീണ്ടും പുതിയ നിയമത്തിലെ യാക്കോബിൻ്റെ പുത്രനായ യൗസേപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുക. യൗസേപ്പ് തിരുസഭയുടെ സംരക്ഷകൻ. നിങ്ങൾക്കറിയാമല്ലോ, വിവിധങ്ങളായ രോഗങ്ങൾക്ക്, വിവിധങ്ങളായ പ്രതിസന്ധികൾക്ക് വിശുദ്ധരുടെ വലിയ ഒരു നിരയിൽ ആരെയെങ്കിലും ഒക്കെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് സഭ. എന്നാൽ തിരുസഭയ്ക്ക് വേണ്ടി പൊതുവായ ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ഒരൊറ്റ വിശുദ്ധാത്മാവേ ഉള്ളൂ, അത് വിശുദ്ധ യൗസേപ്പാണ്. 1870 9-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ യൗസേപ്പിനെ തിരുസഭയുടെ സംരക്ഷകനായി നിയോഗിക്കുന്നത്. നമുക്ക് ഈ കാലത്തും ഈ അനുഗ്രഹീത ദാസൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ആവശ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും യൗസേപ്പിനെ ഇത് നിയോഗിച്ചത്, ഇതിനു വേണ്ടി നിയോഗിച്ചത്? കാര്യം വളരെ വ്യക്തമാണ്. തിരുസഭയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് മറിയമാണ്. നമ്മൾ തിരുസഭ മാതാവ് എന്നല്ലേ പറയുന്നത്. യോഹന്നാൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തത്, യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തത് ഈ മറിയത്തിനാണ്. ശിഷ്യരെ ഏൽപ്പിച്ചു കൊടുത്തതും ശിഷ്യരെ ട്രെയിൻ ചെയ്തതും ഈ അമ്മയാണ്. ഈ അമ്മയെ വളർത്താൻ, അമ്മയെ പരിപാലിക്കാൻ ദൈവം നിയോഗിച്ചത് കാവൽക്കാരനായ, പാലകനായ, അനുഗ്രഹീത ദാസനായ യൗസേപ്പിനെയാണ്. എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ ആദ്യ രൂപമായ പരിശുദ്ധ മറിയത്തെ യൗസേപ്പിൻ്റെ കൈകളിലാണ് വെച്ചു കൊടുത്തത് എങ്കിൽ ഇതാ തിരുസഭയെ മുഴുവൻ, ആഗോള സഭയെ മുഴുവൻ പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ, വരാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും പൊതിഞ്ഞു പിടിക്കാൻ ഈ സംരക്ഷകനെ ദൈവസഭ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദിമസഭയുടെ രൂപമായ മറിയം ഈജിപ്തിലേക്ക് ഇടനെഞ്ചിൽ കിടക്കുന്ന കൊച്ചിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടുന്ന സമയത്ത് വരാവുന്ന, അന്ന് വന്നുകൊണ്ടിരുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അമ്മ മറിയത്തെയും ദിവ്യ പൈതലിനെയും പൊതിഞ്ഞു പിടിക്കാൻ സംരക്ഷകനായി ധീരനായി യുദ്ധം ചെയ്തത് യൗസേപ്പാണ് എങ്കിൽ ഈ നാളുകളിൽ സഭയ്ക്കെതിരെ വരുന്ന വിപരീതമായ കാര്യങ്ങളെ സ്നേഹത്തോടെ മറികടക്കാൻ ഈ അനുഗ്രഹീത ദാസൻ സഹായിക്കും.
നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കണം. വറുതിയും ക്ഷാമവും സഭയുടെ അകത്തുമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിൽ ഒട്ടേറെ വീഴ്ചകൾ പുരോഹിതർക്കും മെത്രാന്മാർക്കും ഉന്നതരായ സഭയുടെ നയിക്കേണ്ട ആത്മീയ പിതാക്കളുടെ ഇടയിൽ പോലും സംഭവിക്കുന്നത് കൊണ്ട് സഭാഗാത്രം ഇന്ന് വല്ലാതെ മുറിവേറ്റാണിരിക്കുന്നത്. അബ്യൂസ് കേസുകളുടെ എണ്ണം പെരുകുന്നു. സഭാഗാത്രം അകത്തും പുറത്തും ഒട്ടേറെ മുറിവുകൾ ഏൽക്കുന്നൊരു കാലമാണിത്. സഹോദരങ്ങളെ, അമ്മ മറിയത്തെ യൗസേപ്പ് സ്നേഹിച്ചതുപോലെ നമുക്ക് ഈ സഭയെ സ്നേഹിക്കാൻ കഴിയണം. എന്തുമാത്രം വിപരീതമായത് സംഭവിക്കുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. യൗസേപ്പ് മറിയത്തെ പൊതിഞ്ഞു പിടിച്ചതുപോലെ പൊതിഞ്ഞു പിടിക്കാനുള്ളൊരു ബാധ്യത, ഒരു ചുമതല എനിക്കുണ്ട്. ഒപ്പം സഭയിൽ സംഭവിക്കുന്ന ഏതൊരു വിപരീതമായ കാര്യത്തിനും മാപ്പിരന്നുകൊണ്ട് നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, പരിശുദ്ധമായൊരു സംവിധാനത്തെ പാപികളായ മനുഷ്യരുടെ കൈകളിൽ നീ വെച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. പരിശുദ്ധമാകുന്നൊരു സഭാ സംവിധാനത്തെ വീണു പോകുന്ന, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്ന പാവപ്പെട്ട അജപാലകരുടെ കരങ്ങളിൽ ദൈവമേ നീ വെച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അവരുടെ കരങ്ങളെ, അവരുടെ ഹൃദയങ്ങളെ, അവരുടെ ജീവിതങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഓരോ വിശ്വാസിയും, ഓരോ മകനും മകളും ഈ ദിവസം പ്രാർത്ഥിക്കണം. അത് നമ്മെ അനുഗ്രഹീതരാക്കും. സഭയിലെ ഏറ്റവും വലിയ ആൾ ആരാണ്? മാർപ്പാപ്പയാണോ? മെത്രാനോ? കർദിനാളാണോ? അല്ല. സഭയിലെ ഏറ്റവും വലിയ ആൾ സഭയ്ക്ക് വേണ്ടി ഏറ്റവും അധികം സഹിക്കുന്ന ആളാണ്. സഭയ്ക്ക് വേണ്ടി സഭയുടെ ആദ്യ രൂപമായ മറിയത്തിന് വേണ്ടി ഏറ്റവും അധികം സഹിച്ചത് ആരാണ്? സഹിച്ചത് യൗസേപ്പാണ്. അതുകൊണ്ടാണ് അവൻ തിരുസഭയുടെ സംരക്ഷകനായത്. ഇന്നും തിരുസഭയിൽ നിങ്ങൾക്ക് ഉന്നത സ്ഥാനത്തിന് താല്പര്യമുണ്ടോ? ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടി മെത്രാനോ വൈദികനോ ആകേണ്ട ആവശ്യമില്ല. സഭയ്ക്ക് വേണ്ടി സഹനങ്ങളെ കാഴ്ചവെക്കാവോ? എങ്കിൽ നിങ്ങൾ ഏറ്റവും ഉന്നതരാകും. കാരണം സഭയിലെ ഉന്നതരെന്ന് പറയുന്നത് വിശുദ്ധരാണ്, വിശുദ്ധാത്മാക്കളാണ് ഉന്നതരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ സ്ഥാനമലങ്കരിക്കുന്ന വ്യക്തികൾ ആരായിരുന്നാലും ഉള്ളൂ. നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ സഹനങ്ങളെ സഭയ്ക്ക് സുഹൃതമായി മാറാൻ, അനുഗ്രഹമായി മാറാൻ വേണ്ടി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആയുധ ബലത്തിലും കായിക ബലത്തിലും എന്ന് സഭ ആശ്രയിച്ചിട്ടുണ്ടോ അന്നെല്ലാം സഭ തകർക്കപ്പെടുവാൻ ഇടവന്നിട്ടുണ്ട്, ശിഥിലമാകുവാൻ ഇടവന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ വന്യനായ മാർ യൗസേപ്പേ, നീ മറിയത്തെ സംരക്ഷിക്കാൻ ആയുധ ബലത്തിലോ കായിക ബലത്തിലോ അല്ല നീ അഭയം തേടിയത്, മറിച്ച് തിരുക്കുമാരനായ യേശുവിലും സ്വർഗത്തിലെ ദൈവത്തിലും മാത്രമാണ് നീ ആശ്രയിച്ചത്. ഇതുപോലെ തന്നെ ഈ കാലയളവിലും ആവശ്യമില്ലാത്ത ബലങ്ങളിൽ പിറകെ ഞങ്ങൾ പോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടി നമ്മൾ സൂക്ഷിച്ചിട്ട് നമുക്ക് ഈ നിയോഗം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. ആത്മീയ പിതാക്കൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്ന് സഭയിൽ അതിശൈത്യമുള്ളതുകൊണ്ട് വസന്തം വൈകില്ല. സഭയിൽ ഇന്ന് ഒട്ടേറെ ശൈത്യമുള്ളതുകൊണ്ട് വസന്തം നമ്മുടെ തൊട്ടടുത്താണ്, നമ്മുടെ സമീപത്താണ്, ആര് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അടുത്താണ്. പക്ഷേ ഈ സഭയുടെ ശൈത്യകാലത്ത് അവളെ പൊതിഞ്ഞു പിടിക്കാൻ, അവളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ കൊച്ചു സഹനങ്ങളെ കൊടുക്കാൻ യൗസേപ്പ് മറിയത്തെ പൊതിഞ്ഞു പിടിച്ചതുപോലെ പൊതിഞ്ഞു പിടിക്കാൻ നമുക്കാകുമോ? എങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധരായിട്ട് മാറും. നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. തിരുസഭയുടെ കാവലാളായി തിരുസഭ നിയോഗിച്ച, ദൈവം നിയോഗിച്ച ഓ വന്യനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷ സന്താപങ്ങളിൽ ഒക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള മുഴുവൻ നന്മയും തിരുസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യമാക്കണമേ. സ്നേഹത്തോടെ ഈശോയിലേക്ക് തിരിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ജ്ഞാനമില്ലാത്ത വൈദികരുടെ പ്രവർത്തനം, വിവേകമില്ലാത്ത സഭാധികാരികളുടെ ചെയ്തികൾ, പരിശുദ്ധി സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് വല്ലാതെ ശിഥിലമാകുന്ന ആത്മീയ ജീവിതം, ഇവയെല്ലാം പൊതുനിരത്തിൽ ചർച്ചാ വിഷയമാകുന്നൊരു കാലത്താണ് തിരുസഭ യൗസേപ്പിന് വേണ്ടി
ഒരിക്കൽ കൂടി ഒരു വർഷം പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ അജപാലകരെ കാത്തു സൂക്ഷിക്കണമേ. പ്രലോഭനങ്ങളിൽ തട്ടി തകരാതെ അവരുടെ കൈവെള്ളയിൽ ദൈവം കൊടുത്തിരിക്കുന്ന സുഹൃതങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ നൽകണമേ. വിശ്വാസി സമൂഹത്തിലുടനീളം വിശ്വാസത്തിൻ്റെ ഒരു ജ്വലനം നൽകണമേ. തളർന്നും തകർന്നും പോകുന്ന മാനവരാശിയെ വീണ്ടെടുക്കാൻ, ഓ ദൈവമേ, ചേർത്ത് പിടിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ദൈവമക്കളെ പ്രത്യേകം കർത്താവെ അവിടുന്ന് പരിപാലിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്ന് സഭയെ പരിപാലിക്കണമേ. സഭയുടെ അകത്തും പുറത്തും നടക്കുന്ന സഭയ്ക്കെതിരെയുള്ള എല്ലാ വിപരീതമായ ചെയ്തികളിൽ നിന്നും സഭാഗാത്രത്തെ പൊതിഞ്ഞു പിടിക്കണമേ. ദിവികാരുണ്യ യേശുവിലേക്ക് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, സഭയിൽ ശൈത്യമുണ്ടെങ്കിൽ വസന്തം സമീപത്താണ്. ഇപ്പോൾ വിപരീതമായതുണ്ട് എങ്കിൽ നന്മ കടന്നു വരാതിരിക്കില്ല. ഓ വന്യനായ മാർ യൗസേപ്പിനോടും പരിശുദ്ധ മറിയത്തോടും ചേർന്ന് തിരുസഭയ്ക്ക് വേണ്ടി, സകല കൃപാവരങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുസഭയുടെ മേൽ വലിയ കനിവ് കാണിക്കണമേ, മനസ്സലിവ് കാണിക്കണമേ. വിശുദ്ധരുടെ രക്തത്തെ മാനിച്ചുകൊണ്ട്, മിഷണറിമാരുടെ അധ്വാനത്തെ മാനിച്ചുകൊണ്ട് തിരുസഭയോട് കരുണ കാണിക്കണമേ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. വന്യനായ യൗസേപ്പിനോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധയായ കന്യകയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോൾ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. സഭയിലെ എല്ലാ വൈദികരെയും മെത്രാന്മാരെയും കർദിനാൾമാരെയും മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെയും എല്ലാ ദൈവജനത്തെയും സ്നേഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈയാളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ദൈവസഭയ്ക്കെതിരെയുള്ള എല്ലാ ഭീഷണികളെയും അതിജീവിക്കുവാൻ വന്യനായ മാർ യൗസേപ്പിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ സംരക്ഷിക്കണമേ, സഭയെ പരിപാലിക്കണമേ. ദുഷ്ടസൈന്യങ്ങളുടെ ചെയ്തികളിൽ നിന്ന് സഭയെ പൊതിഞ്ഞു പിടിക്കുവാൻ വിശ്വാസി സമൂഹത്തെയും അനുവദിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ബലവും ശക്തിയും പ്രദാനം ചെയ്യണമേ. സ്നേഹത്തോടെ സഭയെ അവയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യമാക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അമ്മയായ സഭയെ സ്നേഹിക്കാം, വിശ്വാസികളാം നാം എല്ലാരും നമുക്കു വേണ്ടി ജീവിക്കാതെ നമ്മൾക്കായി ജീവൻ തന്ന ഈശോയ്ക്കായി ജീവൻ നൽകാം. കർത്താവിൻ്റെ തിരുസഭയാകും നൗക തുഴഞ്ഞു മറുകര ചെല്ലാം. ഭാഗ്യപ്പെട്ട മാർ യൗസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടിവന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും
ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള കാവൽക്കാര, ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളിൽ നിന്നൊക്കെയും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങ് ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കെണികളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ അങ്ങേ മാതൃകയെ അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ തക്കവിധം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. ഓ സ്നേഹതാതനാം മാർയോസേപ്പേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനെ, സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും. സ്നേഹമോടെൻ്റെ ഗേഹത്തിൽ വന്ന് വഴി കാട്ടിയിടണേ അനുദിനവും. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. പാലകാ നിന്നുടെ പാഥേയമാകും സുകൃതങ്ങളിൽ എന്നെ വളർത്തണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ പാലകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിന്റെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ജാഗ്രതയുള്ള യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ പിതാമഹനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവീശോയെ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. തിരുസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, വിജയസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, സമരസഭയോടൊപ്പം അങ്ങേ ആരാധിക്കുന്നു, സഹനസഭയോടൊപ്പം